സോ വെൽക്കം ബാക്ക്. അപ്പോൾ 25,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഫോൺ ഐക്യൂയുടെ Z9S Pro എന്ന മോഡൽ. ചെറുതായിട്ട് പേര് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞത്. അപ്പം IQ Z9S Pro എന്ന് പറഞ്ഞ 25,000 രൂപ റേഞ്ചിലൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് തന്നെ പറയാം. ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 8GB 128GB ആണ്. ഇതിൻ്റെ നോർമൽ ആയിട്ടുള്ള പ്രൈസ് 24,999 ആണ്. ബട്ട് ഓഫർ പ്രൈസ് ഉണ്ട്. ഓഫർ പ്രൈസിൽ 21,999 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മിഡിൽ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB ആണ്. ഇതിൻ്റെ പ്രൈസ് 26,999. ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻ്റെ പ്രൈസ് 28,999 ആയിട്ടാണ് വരുന്നത്. സോ ഓഫർ പ്രൈസിൽ 21,999 രൂപ കിട്ടുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ള പ്രൈസ് 25,000 ആണ് വരുന്നത്. സോ അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിലൊരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഡിസൈൻ IQ12 കണ്ട ആ ഒരു സെയിം ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിനും കൊടുത്തിട്ടുള്ളത്. 185 ഗ്രാം വെയിറ്റും 7.5 തിക്നെസ്സും അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള ഡിസൈനും ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വീഗൻ ലെതർ ആയിട്ടാണ് വരുന്നത്. പ്രീമിയത്തിൻ്റെ കാര്യത്തിൽ യാതൊരു രക്ഷയില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് തന്നെയാണ്. അതുപോലെ IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേ വൈസ് പറയുകയാണെങ്കിൽ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD AMOLED 120Hz ഒരു കേർവ്ഡ് ആയിട്ടുള്ള പാനലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ബെറ്റർ. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ് ഇതിന് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ. ദെൻ ഇതിൻ്റെ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറയാണ്. അതും സോണിയുടെ IMX882 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതായത് IQ Z9 വരുന്ന അതേ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിനും വരുന്നത്. സോ വ്യത്യാസം തന്നെ വരുന്നില്ല. പിന്നീട് 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് 4K തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സെൽഫിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. അതിൽ നമുക്ക് ഫുൾ HD തന്നെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പെർഫോമൻസ് സൈഡിലേക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Qualcomm Snapdragon 7 Gen 3 എന്ന ഒരു പ്രോസറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ആറ്റോ സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 8 lakh ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് കാര്യത്തിൽ ഒരു രക്ഷയില്ല. നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് വരുന്നത്. LPDDR4X RAM USF 2.2 സ്റ്റോറേജും വരുന്നുണ്ട്. ഫൺ ടച്ച് OS തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ Android 14 ആയിട്ടാണ് വരുന്നത്. 2 വർഷത്തെ മേജറായിട്ടുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും IQ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവോ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാറ്ററി പറയുകയാണെങ്കിൽ 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതും എടുത്തു പറയണത് തന്നെയാണ്. ഇതിപ്പോൾ എല്ലാ ബ്രാൻഡും അവരുടെ അഡ്വർടൈസ്മെൻറ്റിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത്. അപ്പം അതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരു 25,000 രൂപ റേഞ്ചിൽ നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, പോയിട്ട് എടുക്കുക. IQ ആണ് ഗെയിമിങ്ങിൽ ബെസ്റ്റ് തന്നെയാണ്. സോ ഒരു രക്ഷയില്ലാത്ത ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ മാത്രം, അല്ലാത്ത രീതിയിൽ ഇതൊരു ബെസ്റ്റ് ഫോണെന്ന് ഒരിക്കലും പറയുന്നില്ല. ഈ ഒരു റേഞ്ചിലൊരു ബെസ്റ്റ് ഫോണെന്ന് പറയുന്നില്ല. പക്ഷേ പെർഫോമൻസ് എന്ന രീതി നോക്കിക്കഴിഞ്ഞ് മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായി കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.